ഹലോ, വെൽക്കം ബാക്ക് ടു മോമി റെസിപ്പീസ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഇഫ്താർ ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ഞാനിവിടെ പത്തക്ക വെച്ചിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. മാത്രമല്ല വെറും 3 ഇൻഗ്രീഡിയൻസേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നായിട്ട് തന്നെ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒരു മിക്സർ ഗ്രൈൻഡർ എടുക്കുക. എന്നിട്ട് അതിലേക്ക് കുരുവൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ള പത്തക്ക ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ നന്നായിട്ട് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തേർഡ് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ തേങ്ങാപ്പാലാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് ആഡ് ചെയ്യുന്നത്. പാലിലാറ് ടേസ്റ്റ് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ആഡ് ചെയ്തിട്ട് ഇനി ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇനി ഞാനിത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ഈ ഒരു ഡ്രിങ്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബത്തക്ക ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. തേങ്ങാപ്പാൽ മസ്റ്റാണ് കേട്ടോ. തേങ്ങാപ്പാലാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ് കുടിക്കാനായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബത്തക്ക വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് ഫീഡ്ബാക്സ് ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസിനായിട്ട് മോമി റെസിപ്പീസ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.